നമസ്കാരം. എല്ലാവർക്കും കരിയാട് ബ്ലോഗറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് മാഹി റെയിൽവേ സ്റ്റേഷനിലാണ്. മാഹി റെയിൽവേ സ്റ്റേഷൻ അടിമുടി ഒരു മാറ്റത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ മൊത്തം വർക്ക് നടക്കുന്നത് നമുക്ക് കാണാം. ഇതൊക്കെ മാഹി പാർക്കിങ്ങിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ലെവലിംഗ് ചെയ്ത് കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ സ്റ്റേഷനകത്താണെങ്കിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് ചെയ്യുന്നത്. നമുക്ക് ഇപ്പം കാണാം, റൂഫും വർക്കും ഒക്കെ ചെയ്യുന്നുണ്ട്. റൂഫൊക്കെ മാറ്റുന്നുണ്ട്. അതിൻ്റെ കേബിൾ മാറ്റുന്നുണ്ട്. കേബിൾ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നതായി കാണാം. റൂഫിൻ്റെ ഷീറ്റ് മൊത്തമായിട്ട് ഇളക്കി മാറ്റി അങ്ങോട്ടൊക്കെ ഫുൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ മാഹി നമ്മളെ റെയിൽവേ സ്റ്റേഷൻ അടിമുടി പുതിയൊരു ലേറ്റസ്റ്റ് റെയിൽവേ സ്റ്റേഷനാകാൻ പോവുകയാണ്. ഈ പണിയൊക്കെ കഴിയുന്നതോടെ അടിപൊളിയായിട്ട് മാറും. ഇവിടുത്തെ മാഹി റെയിൽവേൻ്റെ മെയിൻ പ്രശ്നം പാർക്കിങ്ങിൻ്റെ പ്രശ്നമായിരുന്നു. അപ്പം പാർക്കിങ്ങും സൂപ്പറാക്കുന്നുണ്ട്. നമുക്ക് കാണാം, ഇതിൻ്റെ സ്റ്റേഷൻ്റെ വലത് സൈഡിലെ പാർക്കിങ്ങൊക്കെ സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. വലിയൊരു മാറ്റമാണ് നമുക്ക് മാഹി റെയിൽവേ സ്റ്റേഷനിൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ കാണാം. ഇത് സ്റ്റേഷൻ്റെ പുറംഭാഗം. ഇവിടെയൊക്കെ ഏകദേശം ലെവലിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. കോൺക്രീറ്റ് മെറ്റൽ എല്ലാം ചെയ്യുന്നുണ്ട്. നല്ല പാർക്കിംഗ് ഏരിയ ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഇതാണിത് മെയിൻ എൻട്രൻസ്. പഴയ എൻട്രൻസ് എല്ലാം പൊളിച്ച് ഫുള്ള് പുറത്തോട്ട് ചാടിച്ചിട്ടുണ്ട്. അതിൻ്റെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നു. അതായത് വണ്ടീൻ്റെ പാർക്കിങ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം പണിയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കരിയാട് ബ്ലോഗർ എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതാണ് മാഹി റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലുള്ള വ്യൂ. ഇവിടെ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഏകദേശം അതിൻ്റെ നിലത്തിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കോമ്പൗണ്ടും കാര്യങ്ങളെല്ലാം തിരിച്ചിട്ടുണ്ട്. വർക്ക് ഇന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. നല്ല സ്പീഡായിട്ടാണ് നീങ്ങുന്നത്. ഇപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും നമസ്കാരം.